ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICC T20 ലോകകപ്പിൻ്റെ സൂപ്പർ 8 ഘട്ടത്തിലെ പോരാട്ടങ്ങൾ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിനെ 7 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിൽ ബംഗ്ലാദേശിനെ നേരിടാൻ പോകുന്നു. ഈ മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സെമി ഫൈനൽ ബെർത്ത് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം എന്നുള്ളതാണ്. കാരണം ഇനി ഒരു മത്സരമുള്ളത് ഓസ്ട്രേലിയയുമായിട്ടാണ്. ഓസ്ട്രേലിയ ഓൾറെഡി ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു തോൽവി ഇന്ന് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഈ മത്സരത്തോടു കൂടി തന്നെ ബംഗ്ലാദേശ് ഈ സൂപ്പർ 8-ൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഏതായാലും വളരെ മികച്ച രീതിയിൽ ഈ ടൂർണമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ ചെറിയ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ ഒരുപാടല്ല, ചെറിയ രീതിയിലുള്ള ഡ്രിസ്ലിംഗ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് മത്സരം നടക്കാൻ പോകുന്നത് ആന്റിഗ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. ആന്റിഗ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ദ്വീപുകളിൽ ഒന്നാണ്. കരീബിയൻ ദ്വീപുകളിൽപ്പെട്ട ഏറ്റവും ചെറിയൊരു സ്ഥലമാണ് ആന്റിഗ എന്ന് പറയുന്നത്. പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ആന്റിഗ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും അപകടകാരിയായ ബാറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വിവിയൻ റിച്ചർഡ്സ് ആണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് റിച്ചി റിച്ചർഡ്സൺ ആണ്. പിന്നെ ഏറ്റവും മികച്ച ഒരു ബോളറായിരുന്ന കേർട്ട്ലി ആംബ്രോസ്, അതിന് മുന്നുണ്ടായിരുന്ന ആൻഡി റോബർട്ട്സ്, ഇങ്ങനെയുള്ള ഒരുപിടി താരങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് ആന്റിഗ എന്ന് പറയുന്നത്. ഇന്ന് ഈ മത്സരം നടക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേഡിയത്തിന്റെ പേര് തന്നെ സർ വിവിയൻ റിച്ചർഡ്സ് സ്റ്റേഡിയം എന്നാണ്. ഇതിനു മുന്നേ ഇവിടെ ഈ ആന്റിഗയിൽ മത്സരങ്ങളൊക്കെ നടന്നിരുന്നത് മറ്റൊരു ഗ്രൗണ്ടിലായിരുന്നു. അതിന്റെ പേര് റിക്രിയേഷൻ ക്ലബ്ബ് എന്നാണ്. ആന്റിഗ റിക്രിയേഷൻ ക്ലബ്ബ് എന്നാണ് ആ ഗ്രൗണ്ട് അറിയപ്പെട്ടിരുന്നത്. വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതാപകാലത്ത് അവരുടെ മിക്ക മത്സരങ്ങളും നടന്നിരുന്ന അവിടെയായിരുന്നു. 2007 ഏകദിന ലോകകപ്പിന് വെസ്റ്റ് ഇൻഡീസ് ആതിഥ്യം വഹിച്ചപ്പോഴാണ് വീണ്ടും ഈ ഒരു പുതിയ സ്റ്റേഡിയം പണിതതും. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന റിക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഗ്രൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ക്രിക്കറ്റിനായിട്ട്. എല്ലാ മത്സരങ്ങളും ഇവിടെയാണ് നടക്കുന്നത്. ഏതായാലും ആ മത്സരത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഈ ടൂർണമെന്റിൽ ഏകദേശം 5 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ 5 മത്സരങ്ങൾ എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ 4 മത്സരങ്ങളും പിന്നെ സൂപ്പർ 8-ൽ 1 മത്സരവുമാണ്. ആദ്യഘട്ടത്തിൽ 4 മത്സരങ്ങൾ കളിച്ച് USA-ലായിരുന്നു. അതിൽ 3 മത്സരങ്ങൾ മാത്രമേ നടന്നുള്ളൂ. 1 മത്സരം വാഷ് ഔട്ടായി കാനഡയുമായിട്ട്. ആദ്യ മത്സരം അയർലൻഡായിട്ടും പിന്നീട് പാകിസ്ഥാനായിട്ടും പിന്നെ USA ആയിട്ടുമാണ് ഇന്ത്യ കളിച്ചത്. അവസാനം സൂപ്പർ 8-ലേക്ക് എത്തിയപ്പോൾ ടൂർണമെന്റ് അങ്ങനെ തന്നെ വെസ്റ്റ് ഇൻഡീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇന്ത്യ ആദ്യ മത്സരം കളിച്ച അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അപ്പോൾ ടൂർണമെന്റിൽ 5 മത്സരങ്ങൾ ഇന്ത്യ കളിച്ചെങ്കിലും അതിൽ 4 കണക്കിൽ കൂട്ടാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു മത്സരം വാഷ് ഔട്ടായി, മഴ വന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് ബംഗ്ലാദേശുമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന്. അതിനു മുന്നേ ഈ 4 മത്സരങ്ങളിലുള്ള ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യവും ഈ ലോകകപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യവും എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം നേരെ ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ശക്തിയും ദൗർബല്യവും ഓരോന്നോരോന്നായിട്ട് പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലൂടെയും ആ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലെയും കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓപ്പണേഴ്സിൽ നിന്ന് തുടങ്ങാം. ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 ബാറ്റർമാരാണ് ഇന്ത്യയുടെ ഓപ്പണർമാരായിട്ടുള്ളത്, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. നമ്മൾ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 4 മത്സരങ്ങൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരും ഫോമിലല്ല. രോഹിത് ശർമ്മ ആകെ നേടിയത് ആദ്യ മത്സരത്തിൽ ഒരു 50 റൺസ് മാത്രമാണ്. പിന്നീട് മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിന് ശോഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഇന്നിങ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഓവറിൽ തന്നെ അടിച്ചു കളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് രോഹിത് ശർമ്മ വരുന്നത്. പക്ഷേ അങ്ങനെ കളിക്കാൻ തീരുമാനിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-ൽ അങ്ങനെ ബാറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ടീമിൽ ആവശ്യമുണ്ട്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു 50-60% എങ്കിലും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ, എന്ന് വെച്ചാൽ 4 മാച്ചുകൾ കളിക്കുമ്പോൾ ഒരു 2 മാച്ചിലെങ്കിലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് അതിനിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടാവുന്നത്. അദ്ദേഹം ആ ഒരു സ്ലോട്ടിൽ വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒരു അപവാദമുണ്ട്. രണ്ടാമത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു തനതായ പൊസിഷൻ അല്ല ഓപ്പണിംഗ് സ്ലോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും 1 ഡൗണിലാണ് ബാറ്റ് ചെയ്യുന്നത്. പക്ഷേ IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി അദ്ദേഹം ഓപ്പൺ ചെയ്യാറുമുണ്ട്. കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ലോട്ട് എന്ന് പറയുന്നത് ഒരു നമ്പർ 3 പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലിക്കും വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നുമില്ല. വലിയ മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ 2 പേരും പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അവരെല്ലാവരും വലിയ ബിഗ് മാച്ച് പ്ലേയേഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത് തന്നെ. ലോകത്ത് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പൊ IPL നമ്മൾ കണ്ടതാണ്, സ്റ്റാർക്കിന്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വേറൊരു മിച്ചർ സ്റ്റാർക്കിനെ നമ്മൾ അവിടെ കണ്ടത്. അതുപോലെ കോഹ്ലിക്കും രോഹിത്തിനും സാധിച്ചാൽ മാത്രമേ ഇനിയുള്ള മത്സരങ്ങളിൽ, അതായത് സൂപ്പർ 8-ലെ അവസാന മത്സരം എന്ന് പറയുന്നത് കരുത്തരായ ഓസ്ട്രേലിയയുമായിട്ടാണ്. പിന്നെ സെമി ഫൈനലും ഫൈനലുമാണ് വരുന്നത്.
അപ്പോൾ ഈ 3 മത്സരങ്ങളിലും ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ, ഈ ലോകകപ്പ് സ്വന്തമാക്കണമെങ്കിൽ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഫോം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ആ ഒരു സ്ലോട്ടിൽ ഈ കോഹ്ലിക്ക് ഓപ്പണിംഗ് സ്ലോട്ടിൽ കോഹ്ലിക്ക് പകരമായിട്ട് യശസ്വി ജയ്സ്വാളിനെ കൊണ്ടുവരണം, കോഹ്ലിയെ നമ്പർ 3 പൊസിഷനിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ ഒരു ടീം കോമ്പിനേഷനിൽ. കാരണം ഇന്ത്യ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീം കോമ്പിനേഷനിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നും നമ്മൾ ഇതേ ഒരു സഖ്യത്തിനെ വെച്ച് തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ നമ്പർ 3 പൊസിഷനാണ്. നമ്പർ 3 പൊസിഷനിലുള്ളത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് അദ്ദേഹത്തിന് ഒരു വലിയ ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോമിലേക്കുള്ള ആ ഒരു വരവിന്റെ മിന്നലാട്ടങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. പാകിസ്ഥാനുമായിട്ട് ഒരു നല്ല ഇന്നിംഗ്സ് കളിച്ചു. കഴിഞ്ഞ മാച്ചിലും കുറച്ച് നന്നായിട്ട് അഫ്ഗാനിസ്ഥാനായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഈ ന്യൂയോർക്കിൽ നടന്ന മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളായിരുന്നു. സ്കോർ എന്ന് പറയുന്നത് 100, 110, 120 റൺസ് ആയിരുന്നു പല മാച്ചുകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബാറ്റർമാരുടെ ഒരു സ്ട്രെങ്ത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. ഇവിടേക്ക് വരുമ്പോൾ കൂടുതലും സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി മാച്ച് നടക്കുന്നത് രാവിലെ 10-10:30 മണി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പിന്നേഴ്സിന് ഹെൽപ്പ് കിട്ടുന്ന വിക്കറ്റുകളാണ്. ഡേ ആൻഡ് നൈറ്റ് മാച്ചുകളാണെങ്കിൽ അത് കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇന്ത്യ ഡേ ആൻഡ് നൈറ്റ് മാച്ചുകൾ ഒന്നും തന്നെ അവിടെ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിന്റെ ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ആ ഒരു ഫോമില്ലായ്മ നമുക്ക് നികത്താനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊരാൾ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവാണ്. നമ്പർ 4 പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്ന സൂര്യകുമാർ യാദവിന്റെ ഫോമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് സൂര്യകുമാറിന്റെ ഒരു ഫോമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ട്രാക്കിൽ, ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചിൽ റഷീദ് ഖാനെ അദ്ദേഹം നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. ഇനി ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂയോർക്കിലെ പോലത്തെ പിച്ചിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ അതിന് പറ്റുന്നതുമാണ്. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന AB de Villiers-ന് ശേഷം മിസ്റ്റർ 360 എന്ന് വിളിക്കാവുന്ന ഒരു പ്ലെയറാണ് സൂര്യകുമാർ. അപ്പോൾ സൂര്യകുമാറിന്റെ ഫോമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ശക്തി ഇപ്പോൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്ത പൊസിഷൻ നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ദൗർബല്യമാണ് അവിടെ ഉള്ളത്. ആ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മുടെ ശിവം ദുബെയാണ്. അദ്ദേഹം IPL-ലെ പെർഫോമൻസിന്റെ ബേസിലാണ് അദ്ദേഹം ഈ ടീമിലേക്ക് എത്തിയത്. പക്ഷേ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. USA-യുമായിട്ട് ഒരു 30+ റൺസ് സ്കോർ ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനും ഇന്ത്യയെ വിജയിപ്പിക്കാനും കഴിഞ്ഞു എന്നല്ലാതെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചുകളിൽ, അതായത് ഈ പവർ പ്ലേ കഴിഞ്ഞുള്ള സ്പിന്നേഴ്സ് ബോൾ ചെയ്യുന്ന കണ്ടീഷനിൽ ആ സ്പിന്നേഴ്സിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ മെയിനായിട്ട് ടീമിൽ എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സിനെ സിക്സറുകൾ അടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആ പൊസിഷനിലേക്ക് പുറത്തിരിക്കുന്ന സഞ്ജു സാംസണെ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് അതിനുള്ള അവസാന അവസരവുമാണ്. ഈ ഒരു മത്സരത്തിന് ശേഷം ശിവം ദുബെ ഇനിയും ഫെയിലിയർ ആവുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ ഒരു ക്വാളിറ്റി മാച്ചിൽ സഞ്ജുവിനെ ഇറക്കേണ്ടതായിട്ട് വരും. അതിനു മുമ്പ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മത്സരത്തിലും വീണ്ടും ശിവം ദുബെനെ തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉപയോഗിക്കാൻ പോകുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഈ ഒരു പൊസിഷനിലേക്ക് ബാറ്റ് ചെയ്യേണ്ടിയിരുന്നത് റിങ്കു സിംഗ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റിങ്കു സിംഗ് ആയിരുന്നു ഈ ഒരു പൊസിഷനിൽ വേണ്ടിയിരുന്നത്. കാരണം ശിവം ദുബെയെ പോലെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ്, കൂടാതെ നല്ല മികച്ച ഒരു ഫിനിഷറുമാണ് റിങ്കു സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഏതായാലും ടീമിന്റെ കൂടെ ട്രാവലിംഗ് റിസർവ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുമില്ല. ഇനി നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ നമ്മൾ കണ്ടതാണ്. IPL വളരെ മോശം പ്രകടനമായിരുന്നു. ആളുകളുടെ കൂക്കുവിളികൾ ഒരുപാട് നേരിട്ട ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ നമ്മൾ ഈ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ, ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടോട്ടൽ ബോഡി ലാംഗ്വേജ് തന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂയോർക്കിലെ ആ ബൗളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് ലെങ്ത്തിലുള്ള ബോളിംഗ്, അതായത് ഷോർട്ട് പിച്ച് എറിയുന്നതിന് കുറച്ചും കൂടെ കയറ്റി എറിയുന്നതിനാണ് ഈ ഹാർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത്തിൽ ബോൾ ചെയ്ത് ഒരുപാട് വിക്കറ്റുകൾ നേടാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചു. അദ്ദേഹം മികച്ച ആ ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിറാജ് ടീമിലില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയുടെ 4 ഓവർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു 32 റൺസ് നേടാനായിട്ട് ഒരു ക്രൂഷ്യൽ പാർട്ണർഷിപ്പ് 90-4 എന്നുള്ള ഒരു പൊസിഷനിലായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഇന്നിംഗ്സ് ആണ് ഇന്ത്യനെ കരകയറ്റിയതെന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു 181 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ആ മത്സരത്തിൽ എത്തിയും. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഫോമിലാണ്, അദ്ദേഹം തിരിച്ച് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇന്ത്യക്ക് വലിയ ശുഭസൂചനകൾ നൽകുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, ഒറ്റയ്ക്ക്
ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ പോകുന്ന ഒരു താരമാണ്. പല വലിയ ടൂർണമെന്റുകളിലും മികച്ച രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഒരു ദൗർബല്യമാണ്. അത് നമ്പർ 7 പൊസിഷനിലാണ്. നമ്പർ 7 പൊസിഷനിൽ വരുന്നത് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജയ്ക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയാം. പക്ഷേ 2 മത്സരത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു, പക്ഷേ റണ്ണടിക്കാനായിട്ട് അതിന് സാധിച്ചില്ല. കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് അഫ്ഗാനിസ്ഥാനെതിരെ അദ്ദേഹം ബൗൾ ചെയ്തത്. ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം വലിയ മാച്ചുകളിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡറുമാണ്. അത് ഇന്ത്യക്ക് എന്തായാലും മുതൽക്കൂട്ടാവും. അദ്ദേഹത്തിന്റെ ബോളിങ്ങും ബാറ്റിങ്ങും നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഒരു ദൗർബല്യമായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 8 പൊസിഷനാണ്. നമ്പർ 8 പൊസിഷനിലുള്ള അക്ഷർ പട്ടേലാണ്. അക്ഷർ പട്ടേലിനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ടീമിലെടുത്തപ്പോൾ ഒരുപാട് പേര് നെറ്റി ചൊളിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തിനാണ് രവീന്ദ്ര ജഡേജയുടെ അതേ ഒരു ട്രേഡിലുള്ള ആളായതുകൊണ്ട് ഇതിനാണ് ടീമിലെടുത്തത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അക്ഷർ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗിന് നൽകുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഒരു 8ാം നമ്പർ പൊസിഷൻ വരെ ഇന്ത്യക്ക് ബാറ്റിംഗ് ഉണ്ട്, ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ശക്തിയായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇനി അടുത്ത ഒരു നമ്പർ 9 പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് അവിടെ ഉള്ളതെന്ന് പറയുന്നത് കുൽദീപ് യാദവാണ്. അവിടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് സിറാജ് ആയിരുന്നു. പക്ഷേ മുഹമ്മദ് സിറാജിനെ മാറ്റിയിട്ടാണ് കുൽദീപ് യാദവിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുൽദീപ് കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. ഇനി തിരിച്ച് സിറാജിന് ഈ ഒരു ടീമിൽ ചാൻസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റുകളാണ്, സ്ലോ വിക്കറ്റുകളാണ്. അപ്പൊ അവിടെ ഇനി ഇന്ത്യ കളിക്കാൻ പോകുന്നതെല്ലാം ഡേ മാച്ചുകളുമാണ്. 10 മണിക്കുള്ള മാച്ചിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കുൽദീപിനെ മാറ്റിയിട്ട് വീണ്ടും സിറാജിനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ അധികം വിരളമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കുൽദീപ് മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടാണ്. കാരണം കുൽദീപ് ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് നല്ല മാച്ചുകൾ നമ്മളെ ജയിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ബൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ ഈ 2023 ഏകദിന ലോകകപ്പിലൊക്കെ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിനെ പുറത്തിരുത്തേണ്ടി വന്നത് ഒരു സങ്കടകരമായിരുന്നു. പക്ഷേ ഇനി ഈ വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകളിൽ അദ്ദേഹത്തിനെ ഇന്ത്യ ഡെഫിനറ്റ് ആയിട്ടും ഉപയോഗപ്പെടുത്തും. അദ്ദേഹം ഇന്ത്യയുടെ ശക്തിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ വജ്രായുധം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പർ 10 പൊസിഷനിലുള്ള ജസ്പ്രീത് ബുംറ. ബുംറയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുമ്പോൾ 100 നാവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ലോക ക്രിക്കറ്റിൽ ഇത്രയും മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമുക്ക് വസീം അക്രമിനെയൊക്കെ ആ ഒരു ലെവലിൽ പറയാൻ സാധിക്കുമെങ്കിലും ഡെത്ത് ഓവറുകളിൽ ഇതുവരെ ജസ്പ്രീത് ബുംറയ്ക്ക് അടിമേടിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. വളരെ വിരളമായിട്ട് ചിലപ്പോഴൊക്കെ ചില മാച്ചുകളിലൊക്കെ കുറച്ച് റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഡെത്ത് ഓവറുകളിലെ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ നിങ്ങൾക്ക് വിക്കറ്റ് ആവശ്യമായിട്ടുള്ളത് ആ സമയത്ത് ആ വിക്കറ്റ് നേടാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരം നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സമയത്ത് പാകിസ്ഥാനുമായിട്ടുള്ള മത്സരമാണ് ഞാൻ പറയുന്നത്. ആ മത്സരത്തിൽ ആ മുഹമ്മദ് റിസ്വാന്റെ വിക്കറ്റ് എടുത്തു. ആ കറക്റ്റ് ടൈമിൽ വന്നു. കമന്റേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബുംറ ഈ ഓവറിൽ വരണം, ഈ ഓവറിൽ ബുംറ വന്ന് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ചാൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു നിർത്തിയതും ബുംറ വന്നു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇപ്പൊ ബുംറയെ പറ്റി പറയുമ്പോൾ ബുംറ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വജ്രായുധം തന്നെയാണ്. അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഈ അടുത്ത് വരാൻ പോകുന്ന മേജറായിട്ടുള്ള മത്സരങ്ങളിൽ സൂപ്പർ 8 ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരവും അതിനുശേഷം വരാൻ പോകുന്ന ഫൈനൽ മത്സരങ്ങളിലുമെല്ലാം ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട താരം, ഈ ടൂർണമെന്റ് ഇന്ത്യയെ ജയിപ്പിക്കാൻ പോകുന്ന കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ് ബുംറ എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അർഷദീപ് സിംഗ് ആണ്. അർഷദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മിക്സ് ആയിരുന്നു ഈ ടൂർണമെന്റിൽ. 2 മാച്ചുകളിൽ നന്നായിട്ട് അദ്ദേഹം ബൗൾ ചെയ്തു. ചില മാച്ചുകളിൽ അദ്ദേഹത്തിന് അടിമേടിക്കുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഈ എതിർ ടീമിലുള്ള റൈറ്റ് ഹാൻഡേഴ്സിനെ ഇൻസ്വിംഗിങ് ഡെലിവറികളിലൂടെ, കാരണം ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്വിംഗിങ് ഡെലിവറികളിലൂടെ ഈ എതിർ ടീമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇംഗ്ലണ്ടായിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഫിൽ സോൾട്ടിനെ പോലെയുള്ള ബാറ്റർമാരെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുക. അവരുടെ ഇപ്പൊ നമ്മൾ മിച്ചൽ സ്റ്റാർക്ക്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, മിച്ചൽ സ്റ്റാർക്ക് പല മാച്ചുകളിലും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചുകളിൽ എതിർ ടീമിന്റെ റൈറ്റ് ഹാൻഡർ ബാറ്റർമാരെ ഇതുപോലെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്നതും ബൗൾഡാക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതേ റോള് തന്നെയാണ് അർഷദീപിനും വഹിക്കാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ
ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഹർഷദീപിന്റെ ആ ഒരു കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലില്ല എന്നുള്ളതാണ്. രണ്ടാമത് 5-ാം നമ്പറിൽ ഇറങ്ങുന്ന ശിവം ദുബെയും അതുപോലെ തന്നെ 7-ാം നമ്പറിൽ ഇറങ്ങുന്ന രവീന്ദ്ര ജഡേജയും ഫോമിലല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെയും ഋഷഭ് പന്തിന്റെയും ഫോമും ഹാർദിക് പാണ്ഡ്യയുടെയും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ ആ മാരക പ്രഹരശേഷിയുള്ള ബൗളിങ്ങുമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യങ്ങളും. ഏതായാലും ഇന്നത്തെ മത്സരം ബംഗ്ലാദേശുമായിട്ട് ജയിച്ച് ഇന്ത്യ സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.